Hi everyone. So next topic of module 1 we need to discuss is grain boundary strengthening. Okay. So grain boundary strengthening is also called whole pitch strengthening. And based on this there is actually a relationship for the strength of a material and its grain size. So whole pitch strengthening or the grain boundary strengthening mainly talks about when when the size of the grains is in a material is reduced, the strength of the material will be affected. That is basically the yield strength. Stress, yield, stress required for plastic deformation. അതായത് ഇത് പറയുന്ന നമ്മൾ ഗ്രെയിൻസ് മെറ്റീരിയൽ ഒരുപാട് ഗ്രെയിൻസ് കാണും ഇല്ലേ. സോ ആ ഗ്രെയിൻസിൻ്റെ സൈസ്, ഓരോ ഗ്രെയിൻസിൻ്റെ സൈസ് നമ്മൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അത് നിങ്ങൾ കുറച്ചുകൂടെ മോഡ്യൂൾ 2, മോഡ്യൂൾ 3 മോഡ്യൂൾ 4 ഒക്കെ പഠിക്കും. അങ്ങനെ സൈസ് കുറച്ച് കൊടുക്കുമ്പോൾ എന്ത് അഫക്റ്റ് ചെയ്യും? മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത് അഫക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം ഞാൻ പറഞ്ഞുതരാം. യു നോ ദാറ്റ് ഫോർ ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ടു ഹാപ്പൻ എന്തായിരിക്കണം? ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഡിസ്ലൊക്കേഷൻസ് ഈസ് എ മസ്റ്റ് അല്ലേ? നേരത്തെ പറഞ്ഞതുപോലെ സ്ലിപ്പിലോ ട്വിന്നിങ്ങിലാണെങ്കിലോ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കണമെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ദ ഡിസ്ലൊക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. ആറ്റംസ് മൂവ്മെൻറ്റ് നടക്കണം. അപ്പോൾ നമ്മൾ ഒരു ഒരു പർട്ടിക്കുലർ മെറ്റീരിയലുണ്ട്, അതിൽ ഒരു 10 ഗ്രെയിൻസ് ഉണ്ടെന്ന് കരുതുക. ഗ്രെയിൻസ് 10 ആയിരിക്കില്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. സോ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ എടുത്തു, അതിൽ 10 ഗ്രെയിൻസ് ഉണ്ട്. ഈ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ബൈ ഗ്രെയിൻ ബൗണ്ടറീസ് അല്ലേ. അപ്പോൾ 10 ഗ്രെയിൻസ് ഉണ്ടെങ്കിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഡിസ്ലൊക്കേഷൻസ് ആദ്യം ഒരു ഗ്രെയിനിൽ കൂടെ മൂവ് ചെയ്യുന്ന ഡിസ്ലൊക്കേഷൻ ജസ്റ്റ് ഗ്രെയിൻ ബൗണ്ടറിയിൽ വന്ന് തട്ടി നിൽക്കും. കാരണം തൊട്ടപ്പുറത്തെ ഗ്രെയിനിലേക്ക് അതിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രെയിനകത്ത് ഡിസ്ലൊക്കേഷൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. പക്ഷേ അടുത്ത ഗ്രെയിനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ ഗ്രെയിനിൻ്റെ ഡയറക്ഷൻ്റെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ലിപ്പ് ലൈനിലേക്ക് കയറണ്ടേ. കാരണം അവിടെ അടുത്ത ഗ്രെയിനിൽ അറ്റോമിക് അറേഞ്ച്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടല്ലേ 2 ഗ്രെയിൻസ് തമ്മിൽ ഗ്രെയിൻ ബൗണ്ടറി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഡിസ്ലൊക്കേഷൻസ് ഒരു ഗ്രെയിനിൽ നിന്ന് അടുത്ത ഗ്രെയിനിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഗ്രെയിൻ ബൗണ്ടറിയിൽ വന്ന് ഇടിച്ച് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ഗ്രെയിനിലേക്ക് പോകണം. അടുത്ത ഗ്രെയിനിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഡയറക്ഷൻ മാറണം. ഡയറക്ഷൻ മാറണമെങ്കിൽ അതിന് കുറച്ചുകൂടെ സ്ട്രെസ്സ് കൂടുതൽ വേണം. അപ്പോൾ സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കുമ്പം അത് അടുത്ത ഗ്രെയിനിലേക്ക് പോകും. അങ്ങനെ എത്രത്തോളം ഗ്രെയിൻ ബൗണ്ടറി ഉണ്ടോ അതിലെല്ലാം ഇത് വന്ന് ഇടിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. ഫൈനലി അതിന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതായത് ഒരുപാട് ഡിസ്ലൊക്കേഷൻസ് വന്ന് ഒരു ഗ്രെയിനിൽ വന്ന് തട്ടി നിൽക്കുമ്പം അവസാനം ഗ്രെയിൻ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു തടഞ്ഞു നിർത്തുന്നതിന് സ്ട്രെങ്ത് ഇല്ലാതാവും. അങ്ങനെയാണ് മെറ്റീരിയൽ ഫെയിലൂർ ആകുന്നത്. ഇതെന്ത് രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാം? ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ, ഒരു റൂമിൽ നമ്മൾ ഒരുപാട് പേര് നിൽക്കുകയെന്ന് കരുതുക. റൂമിൻ്റെ 4 ചുവരുകളും എന്താണ്? ഗ്രെയിൻ ബൗണ്ടറീസ് ആണെന്ന് കരുതുക. ഇനിയിപ്പോൾ നമ്മൾ ലൈന് നിൽക്കുകയെന്ന്, ഒരു ക്യൂവിൽ നിൽക്കുകയെന്ന് കരുതുക. ഫസ്റ്റ് ആൾ, ആദ്യത്തെ ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ പുറകെ വന്ന് ടുവേർഡ്സ് ലാസ്റ്റ് നേരെ ഓപ്പോസിറ്റുള്ള വോളിലേക്ക് ആ ക്യൂവിൻ്റെ ലാസ്റ്റ് എൻഡ് വന്ന് ഇടിച്ച് നിൽക്കുന്നു. ഇനി ഞാൻ ഒരാളെ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാൾ ഒന്നിയിൽ ഈ ഭിത്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ വോൾ ഇടിച്ച് പൊളിച്ചപ്പുറത്ത് പോകണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, ഇല്ലേ? അപ്പോൾ നിങ്ങൾ ഈ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ഇത്രയും ആൾക്കാരെ ആറ്റംസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെയിം ഫിനോമിനൻ തന്നെ. അവിടെ വന്ന് നമുക്ക് ഒരാളും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അയാൾ ആ വോളിനെ ഇടിച്ചപ്പുറത്ത് പോകണം, ഇല്ലെങ്കിൽ അയാൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ സൈഡിലോട്ട് നീങ്ങണം. എന്നാൽ മാത്രമേ ഒരാളെയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻസിൻ്റെ കേസ്, നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പം ആറ്റംസ് ഇങ്ങനെ വന്ന് ഇടിച്ച് നിൽക്കും. പിന്നെ അത് അടുത്ത ഗ്രെയിനിലേക്ക് മൂവ് ചെയ്യാൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ 10 ഗ്രെയിൻസിൻ്റെ കാര്യം പറഞ്ഞു. 10 ഗ്രെയിൻസ് ആകുമ്പോൾ അത്രയും ഗ്രെയിൻ ബൗണ്ടറി അല്ലേ കാണൂ. ഇനി ഈ 10 ഗ്രെയിൻസ് സെയിം ഏരിയയിൽ അല്ലെങ്കിൽ സെയിം വോളിയം ഓഫ് മെറ്റീരിയൽ എടുത്തിട്ട് ഈ 10 ഗ്രെയിൻസിൻ്റെ സ്ഥാനത്ത് ഞാൻ ഒരു 20 ഗ്രെയിൻസ് വെച്ചു.
ഞാൻ വോളിയം മാറ്റുന്നില്ല കേട്ടോ, ഏരിയ ഒന്നും മാറ്റുന്നില്ല. അവിടെയുള്ള 10 ഗ്രെയിൻസിനെ ഞാൻ 20 ഗ്രെയിൻസാക്കി വെട്ടി നമ്പർ കൂട്ടി. അപ്പോൾ എന്ത് പറ്റും? ഗ്രെയിൻ ബൗണ്ടറീസിൻ്റെ എണ്ണം കൂടുമോ? കൂടും. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറീസിൻ്റെ എണ്ണം കൂടുമ്പോൾ ബേസിക്കലി ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ പറ്റുന്നത്? ഗ്രെയിൻ ബൗണ്ടറീസ് എന്തിനെ ചെയ്യും? ഡിസ്ലൊക്കേഷൻസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഒരുപാട് ഗ്രെയിൻ ബൗണ്ടറീസ് ഉണ്ടെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റിന്. അപ്പോൾ എന്ത് പറ്റും? സ്ട്രെങ്ത് കൂടും. ഇതാണ് ഗ്രെയിൻ ബൗണ്ടറി സ്ട്രെങ്തനിങ്. അപ്പോൾ ഒന്നിനി വായിക്കാം. ഗ്രെയിൻ ബൗണ്ടറി സ്ട്രെങ്തനിങ് ഓർ ഹോൾ പെച്ച് സ്ട്രെങ്തനിങ് ഈസ് എ മെത്തേഡ് ഓഫ് സ്ട്രെങ്തനിങ് മെറ്റീരിയൽസ് by changing their average grain size or crystallite size. It is based on the observation that grain boundaries impede എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇമ്പീഡ് എന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ്, തടയുക ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്. ആൻഡ് ദാറ്റ് ദ നമ്പർ ഓഫ് ഡിസ്ലൊക്കേഷൻസ് വിത്തിൻ എ ഗ്രെയിൻ have an effect on how easily dislocations traverse grain boundaries and travel from grain to grain. അപ്പോൾ ഗ്രെയിൻ ബൗണ്ടറീസ് ഇമ്പീഡ് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്, അത് ഓൾറെഡി പറഞ്ഞു, നമുക്കറിയാം. ഒരു വാള് നമ്മുടെ ഒരു ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെ തള്ളുമ്പം തടയുന്നത് പോലെ തന്നെ ഗ്രെയിൻ ബൗണ്ടറീസ് ഡിസ്ലൊക്കേഷൻസിനെ തടയും. എന്നിട്ട് ഒരു ഗ്രെയിനിൽ എത്രത്തോളം ഡിസ്ലൊക്കേഷൻസ് ഉണ്ട് അതിന്, കാരണം നമ്മളൊരു ക്യൂവിൽ എത്രത്തോളം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രെയിനിൽ എത്രത്തോളം ഡിസ്ലൊക്കേഷൻസ് ഉണ്ട് അത്രത്തോളം നമ്പേഴ്സ് കൂടുന്ന, ഒരു ഗ്രെയിനകത്തെ നമ്പേഴ്സ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫ്രീ മൂവ്മെൻറ്റും എന്താവും? റെസ്ട്രിക്റ്റഡ് ആവും. ആൻഡ് എഗെയിൻ സോ ബൈ ചേഞ്ചിങ് ഗ്രെയിൻ സൈസ് വൺ ക്യാൻ ഇൻഫ്ലുവൻസ് ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ്. ഗ്രെയിൻ സൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രെയിൻ ബൗണ്ടറീസിൻ്റെ എണ്ണം കൂടും. അങ്ങനെ ഡിസ്ലൊക്കേഷൻസ് മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡിസ്ലൊക്കേഷൻ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ പാടായിരിക്കും. പാടാവുമ്പോൾ എന്ത് പറ്റും? The amount of stress required to move the dislocations will be higher, which will be reflected as increase in the yield strength of the material. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മെറ്റീരിയൽ ടൈറ്റാനിയം എടുത്തു. ടൈറ്റാനിയത്തിൻ്റെ yield strength ഒരു എക്സ് വാല്യൂ എക്സ് മെഗാ പാസ്കൽ എന്നിരിക്കട്ടെ. ആൻഡ് ഞാൻ അതിൻ്റെ ടൈറ്റാനിയത്തിൻ്റെ ഗ്രെയിൻ സൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകും, ജസ്റ്റ് ബിക്കോസ് ഈ ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ട്. ഓക്കെ. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആൻഡ് ചേഞ്ചിങ് ദ റേറ്റ് ഓഫ് സോളിഡിഫിക്കേഷൻ ആർ വേസ് ടു ഓൾട്ടർ. ഗ്രെയിൻ സൈസ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ വേണ്ട, അത് നിങ്ങൾ നെക്സ്റ്റ് ഹയർ മോഡ്യൂൾസിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഗ്രെയിൻ ബൗണ്ടറി സ്ട്രെങ്തനിങ് ഓർ ഹോൾ പെച്ച് സ്ട്രെങ്തനിങ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ദർ ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ yield strength ആൻഡ് ദ ഗ്രെയിൻ സൈസ്. ഇപ്പോൾ ഹോൾ പെച്ച് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്നതാണ്. ഐദർ ക്വസ്റ്റ്യൻ വിൽ ബി യു നീഡ് ടു എക്സ്പ്ലെയിൻ ദ ഹോൾ പെച്ച് റിലേഷൻഷിപ്പ് വിത്ത് ദ ഇക്വേഷൻ, ഓർ there will be a problem and you need to solve the problem using this particular equation. ഓക്കെ. അപ്പോൾ ഹോൾ പെച്ച് റിലേഷൻ എന്ന് പറയുന്നത് സിഗ്മ വൈ ഈക്വൽ ടു, സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ yield strength ഓഫ് എ മെറ്റീരിയൽ ഈക്വൽ ടു സിഗ്മ നോട്ട്. സിഗ്മ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതൊരു സ്ട്രെസ്സ് തന്നെയാണ്, പക്ഷേ അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് സ്ട്രെസ്. അതിനെ പറയുന്ന ഫ്രിക്ഷൻ സ്ട്രെസ് എന്നാണ്. ഓക്കെ. സിഗ്മ നോട്ട് പ്ലസ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഡയമീറ്റർ. ഈ റൂട്ട് ഡി എന്ന് പറഞ്ഞാൽ ആവറേജ് ഗ്രെയിൻ ഡയമീറ്ററാണ്. ആവറേജ് ഗ്രെയിൻ ഡയമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു നേരത്തെ ഒരു 20 ഗ്രെയിൻസ് എടുത്തല്ലേ, ഈ 20 ഗ്രെയിൻസിൻ്റെയും കൂടെ ആവറേജ് ഡയമീറ്റർ. ഓക്കെ. ഒറ്റ ഗ്രെയിൻ അല്ല, നമ്മളൊരു മെറ്റീരിയൽ എടുക്കുമ്പോൾ ആ മെറ്റീരിയലിനകത്തുള്ള എല്ലാ ഗ്രെയിൻസിൻ്റെയും കൂടെ, യൂഷ്വലി 20 ഗ്രെയിൻസ് ഒന്നുമല്ല കേട്ടോ, ലക്ഷക്കണക്കിന് ഗ്രെയിൻസ് കാണും. അതിൻ്റെ എല്ലാം കൂടെ ഒരു ആവറേജ് ഡയമീറ്ററാണ് എന്ത് പറയുന്നത്? ഡി എന്ന് പറയുക. അല്ലാതെ ഒരു ഗ്രെയിനിൻ്റെ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സിഗ്മ വൈ ഈക്വൽ ടു സിഗ്മ നോട്ട് പ്ലസ് കെ ബൈ റൂട്ട് ഡി. മനസ്സിലായി? അപ്പോൾ സിഗ്മ നോട്ടും കെയും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഫോർ എ മെറ്റൽ, അപ്പോൾ ഒരു മൈൽഡ് സ്റ്റീലിൻ്റെ കേസിൽ സിഗ്മ നോട്ട് എന്ന് പറഞ്ഞാൽ 70 മെഗാ പാസ്കലോ. സോറി, ഞാനിത് സ്ലൈഡ് നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള കൺവീനിയൻസിനും മാത്രമല്ല മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കുറേ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇതിങ്ങനെ സ്ലൈഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ
പറഞ്ഞു പോയേ പറ്റൂ. മെഗാ പാസ്കൽ, എം ക്യാപിറ്റൽ, പിയും ക്യാപിറ്റലാണ് കേട്ടോ, ക്യാപിറ്റൽ പി ആണ്. സോറി അതങ്ങനെ വരാൻ പാടില്ല, അത് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. സോ മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ പിയും ഉണ്ടായിരിക്കണം. സോ ക്യാപിറ്റൽ പിയും സ്മോൾ എയും ആണ് പാസ്കൽ. സോ അപ്പോൾ സിഗ്മ നോട്ട് എന്ന് പറഞ്ഞാൽ 70 മെഗാ പാസ്കൽ ആൻഡ് കെ ഈക്വൽ ടു 0.74. കെയും ഒരു സ്ട്രെസ്സിൻ്റെ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ റൂട്ട് ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിഗ്മ നോട്ടും കെയും വെച്ചിട്ടായിരിക്കും നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റിലേഷൻ. സിഗ്മ വൈ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഈസ് റിലേറ്റഡ് ടു ദ ഗ്രെയിൻ സൈസ് ഓഫ് ദ മെറ്റീരിയൽ യൂസിങ് ദിസ് പർട്ടിക്കുലർ ഇക്വേഷൻ. എന്താണ്? സിഗ്മ വൈ ഈക്വൽ ടു സിഗ്മ നോട്ട്. സിഗ്മ സീറോ എന്ന് പറയില്ല, എപ്പോഴും സിഗ്മ നോട്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ആക്ച്വൽ പ്രൊണൗൺസ് ചെയ്യുന്ന രീതി. സിഗ്മ നോട്ട് പ്ലസ് കെ ബൈ റൂട്ട് ഡി. റൂട്ട് ഡിക്ക് പകരമാണ് ഡി റൈസ് ടു 1/2 എന്ന് എഴുതിയിരിക്കുന്നത്. കെ ഡിവൈഡഡ് ബൈ റൂട്ട് ഡി ആണ് കേട്ടോ. ഫുള്ള് സിഗ്മ നോട്ടിന് ഡിവൈഡ് വേണ്ട, ഒൺലി കെ ബൈ റൂട്ട് ഡി. അപ്പോൾ ഇതാണ് ഹോൾ-പെച്ച് ഇക്വേഷൻ. ആൻഡ് ഹോൾ-പെച്ച് ഇക്വേഷൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വൺ മെത്തേഡ് ഓഫ് കൺട്രോളിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് ബൈ കൺട്രോളിങ് ദ ഗ്രെയിൻസ്. അതായത് ഒരു പ്രോപ്പർട്ടി, മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡ്, പല രീതിയിൽ കൺട്രോൾ ചെയ്യാം. അതും നിങ്ങൾ ഫർദർ മോഡ്യൂൾസിൽ പഠിക്കും. So one of the method is by reducing the grain size, and definitely that has an equation connected to that particular effect, that is called Hall-Petch equation. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. So by reducing the grain size we increase the number of grains and hence increase the amount of grain boundary area. Any dislocations moves only a short distance before encountering a grain boundary, and strength of the metallic material, ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെ, is increased. Hall-Petch equation relates the grain size to the yield strength. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഒരു കാര്യം നോക്കണം, Hall-Petch equation is not valid for materials with unusually large or ultra fine grains. ഒരുപാട് വലിയ ഗ്രെയിൻസിലും ഒരുപാട് ചെറിയ ഗ്രെയിൻസിലും ആപ്ലിക്കബിൾ അല്ല Hall-Petch. ഓക്കെ, ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The yield strength of a mild steel with an average grain size of 0.05 mm is 20,000 psi. ആദ്യം yield strength of a mild steel പറഞ്ഞിട്ടുണ്ട്, സിഗ്മ വൈ 20,000 psi എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവറേജ് ഗ്രെയിൻ സൈസ് എത്ര അവിടെ പറഞ്ഞിരിക്കുന്നത്? ഡി 0.05. അടുത്ത yield stress of the same steel with a grain size of 0.007 mm is 40,000. അതായത് സ്റ്റീലിൻ്റെ ഗ്രെയിൻ സൈസ് 0.05 mm ആയിരുന്നപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 20,000 psi ആണ്. രണ്ടാമത്തെ എന്താ? ഈൽഡ് സ്ട്രെസ് ഓഫ് ദ സെയിം സ്റ്റീൽ. ആ സ്റ്റീലിൻ്റെ ഗ്രെയിൻ സൈസ് കുറച്ച് കൊടുത്തു. എത്രയിൽ കുറച്ച് കൊടുത്തു? 0.007 ആക്കി കൊടുത്തപ്പോൾ ഈൽഡ് സ്ട്രെസ് കൂടി, 40,000 psi ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് വിൽ ബി ദ ആവറേജ് ഗ്രെയിൻ സൈസ് ഓഫ് ദ സെയിം സ്റ്റീൽ വിത്ത് എ yield stress ഓഫ്, അപ്പോൾ ആദ്യം 20,000 ആയിരുന്നു, പിന്നെ 40,000 psiയിൽ ഗ്രെയിൻ സൈസ് 0.007 തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ yield stress 30,000 ആക്കണമെങ്കിൽ ഗ്രെയിൻ സൈസ് എത്ര ആക്കണം? നമ്മുടെ മുന്നിൽ എന്ത് റിലേഷനുണ്ട്? അവിടെ ഒരു അസംഷൻ പറഞ്ഞിട്ടുണ്ട്, Hall-Petch റിലേഷൻ വാലിഡ് ആണെന്നുള്ളത് നിങ്ങൾ അസ്യൂം ചെയ്യുക. Hall-Petch റിലേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ വൈ ഈക്വൽ ടു സിഗ്മ നോട്ട് പ്ലസ് കെ ബൈ റൂട്ട് ഡി. അപ്പോൾ നമ്മൾ ആദ്യത്തെ എടുക്കുക. ആദ്യം എത്ര? സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ 20,000 തന്നിട്ടുണ്ട്. 20,000 psi ഈക്വൽ 20,000 psiയും ഓക്കെ, അത് കൺവേർഷനാണ് കേട്ടോ. അതായത് 1000 psi എന്ന് പറഞ്ഞാൽ 6.895 മെഗാ പാസ്കൽ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഇവിടെ എല്ലാം PSIയിലല്ലേ. അപ്പോൾ 1000 psi ഈസ് ഈക്വൽ ടു 6.895 മെഗാ പാസ്കൽ ആണെങ്കിൽ 20,000 psi എത്ര ആയിരിക്കും? 20,000 ഇൻറ്റു 1000 psi 6.895 മെഗാ പാസ്കൽ. അപ്പോൾ 20,000 psi 20,000 ഇൻറ്റു 6.895 ഡിവൈഡഡ് ബൈ 1000.
അങ്ങനെ 137.9 മെഗാ പാസ്കൽ കിട്ടി. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവില്ല. 20,000 PSIയെ 137.9 മെഗാ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 20,000 PSI അല്ലെങ്കിൽ 137.9 മെഗാ പാസ്കൽ. അപ്പോൾ 137.9 മെഗാ പാസ്കൽ ഈക്വൽ ടു സിഗ്മ നോട്ട് പ്ലസ് കെ ബൈ റൂട്ട് എത്ര, 20,000 PSI അല്ലെങ്കിൽ 137.9 മെഗാ പാസ്കലിന് എത്രയായിരുന്നു ഗ്രെയിൻ സൈസ്? 0.05. അപ്പോൾ അതുകൊണ്ടാണ് 137.9 ഈക്വൽ ടു സിഗ്മ നോട്ട് പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് 0.05 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തത് ഫോർ ദ ഗ്രെയിൻ സൈസ് ഓഫ് 0.007. അവിടെ എത്രയായിരുന്നു? 0.007 ആയപ്പോൾ 40,000. അപ്പോൾ 40,000 PSIക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 275.8 മെഗാ പാസ്കൽ കിട്ടി. ഇനി 275.8 ഈക്വൽ ടു സിഗ്മ നോട്ട് പ്ലസ് കെ ബൈ റൂട്ട് ഓഫ് 0.007. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്. എന്ത് കിട്ടും? കെയുടെ വാല്യൂവും സിഗ്മ നോട്ടിൻ്റെ വാല്യൂവും കിട്ടില്ലേ? അപ്പോൾ കെയുടെ വാല്യൂവും സിഗ്മ നോട്ടിൻ്റെ വാല്യൂവും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 30,000 PSIക്ക് എന്ത് ചെയ്യണം? ഗ്രെയിൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 30,000 PSIക്ക് ഗ്രെയിൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കെ എന്ന് പറയുന്നത് കിട്ടി, സിഗ്മ നോട്ടും കിട്ടി. ഇനിയും സിഗ്മ വൈ ഈക്വൽ ടു സിഗ്മ നോട്ട് പ്ലസ് കെ ബൈ റൂട്ട് ഡി. അപ്പോൾ അവിടെ സിഗ്മ വൈ 30,000 ആണ്. സിഗ്മ നോട്ടും കെയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതൊരിക്കലും മാറില്ല ഒരു മെറ്റീരിയലിന്. അപ്പോൾ സിഗ്മ നോട്ട് 55.5 മെഗാ പാസ്കലും കെ എന്ന് പറഞ്ഞാൽ 18.44 കിട്ടി. ഡിവൈഡഡ് ബൈ റൂട്ട് ഡി, ഡി എന്ന് പറഞ്ഞാൽ ഗ്രെയിൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ദ ഗ്രെയിൻ സൈസ് ഷുഡ് ബി, നമുക്ക് എത്ര കിട്ടി? 0.0148 mm എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് കാൽക്കുലേഷൻ. അപ്പോൾ ഇതാണ് നിങ്ങൾ ഹോൾ പെച്ച് റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട. PSIയിൽ യൂഷ്വലി ചോദിക്കില്ല. PSI വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് മെഗാ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഗ്രെയിൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ mm² യൂണിറ്റ് കിടക്കുന്നതായിരിക്കും mmലേക്ക് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഏറ്റവും അവസാനം ചെയ്തിട്ട് അതിനെ ജസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ PSIയിൽ നിന്ന് ഇതിലേക്ക് മാറ്റിയിട്ട് ഏറ്റവും അവസാനത്തെ ഇക്വേഷനിലേക്ക് ഇടുക. എന്തായാലും ഫൈനലി ദ യൂണിറ്റ് ഷുഡ് ബി ഇൻ mm. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30,000 PSIക്ക് അല്ലെങ്കിൽ 206.9 മെഗാ പാസ്കലിന് ദ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി? 0.0148. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. 20,000-ന് 0.05, 40,000-ന് 0.007. അപ്പോൾ 30,000 എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് കിടക്കണം അല്ലേ? അപ്പോൾ എന്തായാലും അതിനിടയ്ക്കാണെന്നോ? അതെ, 0.050 ആൻഡ് 0.014 എന്ന് പറയുന്നത് 30,000-ന് അതെ 0.050 കൂടുതലാണ്, 0.014 കുറവാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഹോൾ പെച്ച് റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ഇന്നത്തേക്കുള്ള കാര്യങ്ങൾ നിർത്താം. താങ്ക് യു.